നമുക്കിന്ന് ഇത് വെച്ചിട്ടൊരു പായസം ഉണ്ടാക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ്. അതേപോലെ തന്നെ ശർക്കരയും നാളികേര പാലാണ് കേട്ടോ ഞാൻ ഇതിൽ ചേർക്കുന്നത്. 3 നാളികേരം എടുത്തിട്ടുണ്ട്. അതിൻ്റെ പാലെടുത്തിട്ടാണ് പായസം ഉണ്ടാക്കുന്നത്. ചവ്വരിയും ശർക്കരയും കൂടെ ചേർത്തിട്ടാണ്, പഞ്ചസാര ചേർക്കുന്നില്ല. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസം തന്നെയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അതേപോലെ നോക്കാം, വരൂ. പൈനാപ്പിൾ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. 2 സൈഡ് മുറിച്ചതിന് ശേഷം മുള്ളൊക്കെ ഒന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. മുഴുവനും പൈനാപ്പിൾ എടുക്കുന്നുണ്ട് കേട്ടോ പായസം ഉണ്ടാക്കാൻ. ആ വേസ്റ്റൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതിന് ശേഷം നമുക്കതൊന്ന് റൗണ്ടാക്കി മുറിച്ചെടുക്കുന്നുണ്ട്. ആ മുറിച്ചെടുത്തിട്ട് ആ സൈഡിൽ കാണുന്ന ഒരു മുള്ളുണ്ടല്ലോ, അതും കൂടെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇതിൽ നമ്മൾ പായസത്തിൽ കടിക്കുമ്പോൾ നാവിലൊരു കുത്തൽ വരും, മുള്ളല്ലേ ഇത്. അപ്പോൾ അത് മുഴുവൻ എടുത്ത് മാറ്റുന്നുണ്ട്. എല്ലാറ്റിൻ്റെയും അതേപോലെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് ചെറിയ പീസാക്കിയിട്ടൊന്ന് മുറിച്ചെടുക്കണം. അല്ല, എല്ലാറ്റിനും മുള്ളെടുത്ത് മാറ്റിയതാണ്. ഇനി നമുക്കതൊന്ന് ചെറിയ പീസാക്കിയിട്ടൊന്ന് മുറിച്ചെടുക്കാം. ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട് എല്ലാം. ഇതിവിടെ ഇരിക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് ചവ്വരി ഒന്ന് വേവിച്ചെടുക്കാനുണ്ട്. 1/2 കപ്പ് ചവ്വരി കുതിർത്തെടുത്തതാണ്, ഒരു 2 മണിക്കൂർ കുതിർത്തെടുത്തതാണ്. അല്പം വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഗ്യാസിലോട്ട് വയ്ക്കുന്നുണ്ട്. ഇതേപോലെ ട്രാൻസ്പെറൻ്റ് ആവുന്ന സമയത്ത് നമുക്കതൊന്ന് വെള്ളമൊന്ന് ഊറ്റി മാറ്റി വയ്ക്കാം. 3 നാളികേരത്തിൻ്റെ പാലാട്ടോ എടുത്തിരിക്കുന്നത്. 2ാം പാൽ 3 കപ്പ് എടുത്തിട്ടുണ്ട്. 1ാം പാൽ 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. പാനിലേക്ക് നെയ്യ് ചേർത്ത് കാഷ്നട്ട് വറുത്തെടുക്കുന്നുണ്ട്. അതേ പാനിൽ തന്നെ 2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് നമ്മൾ മുറിച്ച് വെച്ച പൈനാപ്പിൾ ഉണ്ടല്ലോ, അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് സോഫ്റ്റ് ആവണ വരെ കേട്ടോ പൈനാപ്പിൾ. ഒന്ന് അടച്ചു വെച്ച് ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒന്ന് തുറന്ന് നോക്കാം. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്, നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്, വെന്തിട്ടുണ്ട്. ഒന്ന് വേവുമ്പോഴായിരിക്കും കേട്ടോ അത് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കഴിക്കുമ്പോൾ. വേവിച്ച ചവ്വരി ഉണ്ടല്ലോ, അതും കൂടെ ചേർക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ശർക്കരയാണ്, 400 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. അല്പം വെള്ളം ഒഴിച്ചൊന്ന് പാവ് കാച്ചി എടുത്തതാണ്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അതിനോടൊപ്പം തന്നെ നാളികേരത്തിൻ്റെ 2ാം പാൽ കൂടെ ചേർക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. നാളികേരപ്പാൽ ചേർത്തതിന് ശേഷം ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ആ ശർക്കരയും നാളികേരത്തിൻ്റെ പാലും എല്ലാം കൂടെ ഒന്ന് യോജിച്ച് വരാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഏലക്കാപ്പൊടി കൂടി ചേർക്കാം. ഏലക്കയും പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ചെടുത്തതാണ് കേട്ടോ. അതും കൂടെ ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. 1ാം പാലും കൂടെ ചേർക്കുന്നുണ്ട്. 1ാം പാൽ ചേർക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം 1ാം പാൽ ചേർക്കാൻ. വറുത്ത് വെച്ച കാഷ്നട്ടും കൂടെ ചേർക്കുന്നുണ്ട്. ഒരു 1-2 മിനിറ്റ് ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം. 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർക്കുന്നുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ഈ വിഷുവിന്. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാനും മറക്കരുത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു.